എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇന്നൊരു തനി നാടൻ റെസിപ്പിയാണ് നല്ലൊരു തോരൻ, കടച്ചക്ക തോരൻ അല്ലെങ്കിൽ ചീമച്ചക്ക തോരൻ. തേങ്ങ വറുത്തരച്ച് ഇത് ഇറച്ചി പോലെ കറി വയ്ക്കാറുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. സമയമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട്. നിങ്ങൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻസായിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഒടുവിലും തന്നേക്കാം. ഇപ്പോൾ ഒരു കടച്ചക്കയുടെ പകുതിയാണ് ഞാനിപ്പോൾ തോരൻ വയ്ക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കടച്ചക്ക എടുക്കുമ്പോൾ മുള്ള് പരന്നതായിട്ടുള്ള എടുക്കണം, എങ്കിലേ നല്ലതുപോലെ വിളഞ്ഞതായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിളഞ്ഞ കടച്ചക്ക എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് പീൽ ചെയ്ത് കളയണം. തൊലിക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് അല്പം പോലും തൊലി അതിലിരിക്കാൻ പാടില്ല. തൊലി നന്നായിട്ട് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഹാർഡായിട്ടുള്ള ഈ നടുഭാഗം കൂടെ അങ്ങ് ചെത്തിക്കളയണം. ഇതിന് മടലെന്നൊക്കെ പറയും. ഓരോ ദേശത്തും ഓരോന്നായിരിക്കും ഇതിനൊക്കെ പറയുന്നത്. ഈ സാധനം തന്നെ പല പേരിലാണ് അറിയപ്പെടുന്നതും. നമ്മുടെ നാട്ടിലിതിന് കടച്ചക്ക എന്നും അതുപോലെ തന്നെ ചീമച്ചക്ക എന്നും പറയും. അതുപോലെ തന്നെ ഇതൊക്കെ തൊലി ചെത്തിയതിന് ശേഷം ഇത് വെള്ളത്തിലേക്ക് വേഗം ഇടണം, അല്ലെങ്കിൽ അത് ഒരു ബ്രൗൺ കളറിലങ്ങ് ആയിപ്പോവും. വെള്ളത്തിലേക്ക് വേണം ഇത് അരിഞ്ഞിടാനും. ഇത് അരിയുമ്പോൾ നമ്മൾ ഇച്ചിരി കട്ടി കുറച്ച് നീളത്തിലാണ് അരിയുന്നത് നല്ലത് തോരന്. ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമുക്കങ്ങ് അരിഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ അരിയണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഒരുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നന്നായിട്ട് കഴുകണം. അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയം വരെയും ഇത് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കണം. ഇനി ഇതിന് നമുക്കുള്ള അരപ്പൊന്ന് അരയ്ക്കണം. അപ്പം തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അരപ്പിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇതിന് കാന്താരിയാണ് നല്ലത്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇടാം. നമ്മുടെ വീട്ടിലെ കാന്താരി അല്പം ഉണങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാന്താരി ഇട്ടു. അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടാം. അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. ഉപ്പ്, മഞ്ഞൾ പകുതി ഇതിനകത്ത് ഇടണം. പിന്നെ പകുതി നമ്മൾ കടച്ചക്ക വേവിക്കാൻ വെക്കുമ്പോൾ അതിനകത്ത് വിടണം. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അരപ്പ് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കടച്ചക്ക തോരൻ വയ്ക്കാം. ബേസ് കട്ടിയുള്ളൊരു പാത്രം വെച്ചു. ഞാനിത് ആദ്യമേ കടുക് വറുത്തിട്ടാണ് അങ്ങ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒടുവിൽ നമ്മൾ വേറൊരു പാൻ എടുത്ത് കടുക് വറുക്കാനൊന്നും നിൽക്കേണ്ട. പാൻ ചൂടാകുന്ന ഉടനെ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് കടുകിടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരി ഇടണം. സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന അരി. എല്ലാ തോരനും നമ്മളങ്ങനെ അരി ഇടത്തില്ല, പക്ഷേ ഇതിന് നമ്മളിടും. ഇതിലേക്ക് കൊച്ചുള്ളി ഇട്ടു. ഞാൻ ഉള്ളി ഒന്ന് മൂക്കണം. അതിലേക്ക് 1-2 വറ്റൽമുളക്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മൾ ചീമച്ചക്ക ഇട്ടു. അതിലേക്ക് ചെറുതായിട്ട് എറിഞ്ഞ 1-2 പച്ചമുളക്, ഒരല്പം മഞ്ഞൾ, ഉപ്പ്, ചോപ്പ് ചെയ്ത കറിവേപ്പില, ഒരല്പം വെള്ളം ഒഴിക്കാം. ഈ ചീമച്ചക്ക അഥവാ കടച്ചക്ക നമ്മൾ തോരൻ വയ്ക്കുമ്പം ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ അതങ്ങനെ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തോരൻ്റെ ഭംഗിയും പോവും. കാണാനും വേണമല്ലോ ഒരു ഭംഗി. അടച്ചു വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. വെള്ളം തീരെ കുറഞ്ഞു പോയെങ്കിൽ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. കഷ്ടിച്ച് വെന്താൽ മതി ഇത്. എന്നിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് വെന്തു. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പിടാം. എന്നിട്ട് അല്പം വെള്ളം കൂടെ ഒഴിക്കാം, അരപ്പൊന്ന് വേകാൻ. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് ബാക്കിയോട് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിക്കോളും. അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ പറ്റി കടച്ചക്ക വേകുന്നതാണ് കണക്ക്. കടച്ചക്ക വെന്തോന്ന് നോക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് മാറ്റാവും. ഇല്ലെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അത് വെന്തെടുത്താൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ടത് അത്രയും വെന്താൽ മതി. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. ചൂട് ചോറിൻ്റെ കൂടെ കടച്ചക്ക തോരൻ മാത്രം മതി കഴിക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.